ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിൻ്റെ 3 ചാപ്റ്റേഴ്സ് ഇതിനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ പാഠഭാഗ പ്രവർത്തനങ്ങളും ലെറ്റസ് അസസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം, മാത്സ്, അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലിയും അടിസ്ഥാനപരമായ മുഴുവൻ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പേജിൽ വായിക്കുന്നത് എന്താണ്, APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. അതിൽ അദ്ദേഹം എഴുതിയ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. അതിൽ നിന്നാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. വൺ ഡേ വൈൽ ഐ വാസ് ഇൻ ദ 5th സ്റ്റാൻഡേർഡ് അറ്റ് ദ രാമേശ്വരം എലിമെൻ്ററി സ്കൂൾ, എ ന്യൂ ടീച്ചർ കെയിം ടു അവർ ക്ലാസ്. ഞാൻ രാമേശ്വരം എലിമെൻ്ററി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം പുതിയൊരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. ഐ യൂസ്ഡ് ടു വെയർ എ ക്യാപ്പ് വിച്ച് ഈസ് കോമൺ ടു മുസ്ലിം ബോയ്സ്. അപ്പം മുസ്ലിം ആണെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ ഒരു തൊപ്പി ധരിച്ചിരുന്നു. My usual seat was in front of row next to രാമനാഥ ശാസ്ത്രി, who always had a sacred thread on. അപ്പോൾ ഞാൻ അടുത്തിരുന്നത് ആരുടെ അടുത്താണ്? രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് ഇരുന്നത്. അദ്ദേഹം വാങ്ങിച്ചാൽ പൂണൂലിട്ടിരുന്നു. അപ്പോൾ ദ ന്യൂ ടീച്ചർ കുഡ് നോട്ട് സ്റ്റൊമക്ക് എ ഹിന്ദു പ്രീസ്റ്റ് സൺ സിറ്റിംഗ് വിത്ത് എ മുസ്ലിം ബോയ്. അപ്പോൾ പുതുതായി വന്ന ആ ടീച്ചറിന് ഒരു മുസ്ലിം കുട്ടി ഒരു ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രനോടൊപ്പം ഒന്നിച്ചിരിക്കുന്നത് കണ്ടത് അത്ര ദഹിച്ചില്ല. ബീയിങ് എ സ്റ്റാൻച്ച് സപ്പോർട്ടർ ഓഫ് ദ സോഷ്യൽ ഓർഡർ പ്രിവൈൽഡ് ദെൻ. അപ്പോൾ അദ്ദേഹം, ഈ പുതിയ ടീച്ചർ അന്നത്തെ ഒരു സാമൂഹിക ക്രമത്തിനനുസരിച്ച് പെരുമാറുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം APJയോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിട്ട് പിന്നിരയിലിരിക്കാൻ പറഞ്ഞു. ഈ ആസ്ക്ഡ് മീ ടു ഗോ ആൻഡ് സിറ്റ് ഓൺ ദ ബാക്ക് ബെഞ്ച്. ഐ ഫെൽറ്റ് വെരി സാഡ് ആൻഡ് സോ ഡിഡ് രാമനാഥ ശാസ്ത്രി. എനിക്കും അതേപോലെ രാമനാഥ ശാസ്ത്രിക്കും ഒരുപോലെ സങ്കടം തോന്നി. The image of him weeping when I shifted to the last row left a lasting impression in my mind. അപ്പം പിന്നരയിലേക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മാറിക്കൊടുത്തു. അപ്പോൾ വിതുമ്പി കരയുന്ന രാമനാഥ ശാസ്ത്രിയുടെ മുഖം എൻ്റെ മനസ്സിൽ മായാതെ കിടന്നു. അപ്പോൾ വി വെൻറ്റ് ഹോം ആൻഡ് ടോൾഡ് അവർ പാരൻസ് അബൌട്ട് ദ ഇൻസിഡൻറ്റ്. സ്കൂൾ വിട്ടു, വീട്ടിൽ ചെന്ന് രണ്ടുപേരും അവരുടെ പാരൻസിനോട് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. Lakshmanatha Shastri summoned the teacher and in our presence told the teacher not to spread the poison, social inequality and communal intolerance in the minds of innocent children. അപ്പോൾ ലക്ഷ്മണ ശാസ്ത്രി അധ്യാപകനെ വിളിച്ചു. എന്നിട്ട് നമ്മുടെ പ്രസൻറ്റിൽ എന്താ പറഞ്ഞാൽ, നിഷ്കളങ്കരായ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഡിസ്ക്രിമിനേഷൻ, വേർതിരിവിൻ്റെ ഒന്നും വിഷം പരത്തരുത് എന്ന് പറയുകയുണ്ടായി. നോട്ട് ഓൺലി ഡിഡ് ദ ടീച്ചർ റിഗ്രറ്റ് ഹിസ് ബിഹേവിയർ. അപ്പോൾ തൻ്റെ തെറ്റായ പ്രവൃത്തിയിൽ ആ ടീച്ചർ വളരെയധികം ഖേദിച്ചു. ബട്ട് എ സ്ട്രോങ് സെൻസ് ഓഫ് കൺവിക്ഷൻ ദാറ്റ് ലക്ഷ്മണ ശാസ്ത്രി പാസ്ഡ് ഇൻ ടു ഹിം ഹാഡ് അൾട്ടിമേറ്റ്ലി റിഫോംഡ് ദാറ്റ് യങ് ടീച്ചർ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് വഴി, ലക്ഷ്മണ ശാസ്ത്രി നൽകിയ ആ ശക്തമായ സന്ദേശം വഴി ആ അധ്യാപകന് വളരെയധികം ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ പറയുന്നത്. ഇവിടെ APJ പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന് നേരിട്ട ഒരു ഇൻജസ്റ്റിസിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലാസ്സിൽ കാസ്റ്റിൻ്റെ പേരിൽ നേരിട്ട ഒരു ഡിസ്ക്രിമിനേഷൻ, അതിനെ പറ്റി പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ ചാപ്റ്റർ എന്തിനെ കുറിച്ചിട്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മാറ്റി നിർത്തപ്പെട്ട ചില സാഹചര്യങ്ങളൊക്കെ അന്നും ചെറുതായി ഇന്നും നിലവിലുണ്ട്. അതിനെക്കുറിച്ച്, അതായത് സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കൽ, അവരുടെ അവസരം നിഷേധിക്കുക, അതിനെക്കുറിച്ചൊക്കെയുള്ള ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ 2ാമത്തെ പേജ് നോക്കാം. ഹാവ് യു റെഡ് ദ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഓഫ് എ ഡോക്ടർ APJ അബ്ദുൽ കലാം, റൈറ്റ് ഡൗൺ ദ എക്സ്പീരിയൻസ് ഇൻഡിക്കേറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്
നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായതെന്നൊന്ന് എഴുതാനാണ്. ദിസ് എക്സ്പീരിയൻസ് ഓഫ് APJ അബ്ദുൽ കലാം ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ എക്സിസ്റ്റഡ് എ കണ്ടീഷൻ വേർ സർട്ടൻ സെക്ഷൻസ് ഇൻ ദ സൊസൈറ്റി വെർ ലെഫ്റ്റ് ഔട്ട് വിത്തൗട്ട് ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ. അതായത് സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന, ഡ്യൂ കൺസിഡറേഷൻ, അർഹിക്കുന്ന പരിഗണന നൽകിയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സർട്ടൻ സോഷ്യൽ ഗ്രൂപ്പ്സ് വെർ എക്സ്ക്ലൂഡഡ് വിൽഫുള്ളി ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ കാസ്റ്റ്, റിലീജിയൻ ഓർ ക്ലാസ്. അപ്പോൾ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് ചില വ്യക്തികൾ ഒഴിവാക്കപ്പെട്ടിരുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ അവരെ ഒഴിവാക്കിയിരുന്നു. willfully on account their caste, religion or class. Though eligible, these groups were denied employment and education. അവർ എലിജിബിൾ ആണ്, അർഹതപ്പെട്ടവരാണ് എങ്കിൽ കൂടിയും ഈ ഒരു ഗ്രൂപ്പ് അവർക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതായി, അതേപോലെ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. ഇതൊക്കെ അവർക്ക് അർഹരാണ്, എന്നിരുന്നാലും അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. They were denied opportunities and not even considered as individual. അവർക്ക് എന്താണ് ആ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കൊടുത്തിരുന്നില്ല. മാത്രവുമല്ല ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു കൺസിഡറേഷൻ പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. ദീസ് വെർ സം ഓഫ് ദ പ്രാക്ടീസസ് ഫോളോഡ് ഫോർ മാർജിനലൈസേഷൻ. ഈ ഒരു കാര്യത്തിന് നമ്മൾ പറയുക എന്താണ്? മാർജിനലൈസേഷൻ എന്നാണ് പറയുക. ഈ മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആൾക്കാരുകളെ നമ്മൾ ചില കാര്യത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവർ, അതാണ് മാർജിനലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് മെൻറ്റ് ബൈ ഇൻജസ്റ്റിസ്? ഇൻജസ്റ്റിസ് എന്ന പദം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇൻജസ്റ്റിസ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് എക്സ്ക്ലൂഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രം ദ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി, ഡിനൈൽ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇതൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അവരെ മെയിൻ സ്ട്രീമിൽ നിന്ന്, മുഖ്യധാരയിൽ നിന്ന്, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഗതിയിൽ നിന്ന് അവരെ ഒഴിവാക്കുക, അവരുടെ അവസരങ്ങൾ നിഷേധിക്കുക. ഡിനൈൽ ഓർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ നിഷേധിക്കുക, ഡിനൈൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. ആൻഡ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സാമൂഹികമായ വേർതിരിവ്. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വേർതിരിവ്. Certain groups were excluded willfully on their caste, religion or class. Though eligible, these groups were denied employment and education. They were denied opportunities and not even considered as individual. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആരെൻ യു ഫെമിലിയർ വിത്ത് ദ വേർഡ്സ് മാർജിൻ, സൈഡ്, ബോർഡർ? ഇൻ വാട്ട് സെൻസ് ദീസ് വേർഡ് കോമൺലി യൂസ്ഡ്? അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് മാർജിൻ, സൈഡ്, ബോർഡർ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. എന്തെല്ലാം അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നാണ് ചോദിക്കുന്നത്. സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെങ്കിലും ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ഗാർഡൻ്റെ എഡ്ജ്, ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സൈഡ് എന്ന് പറയുക. മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ബുക്കിലൊക്കെ മാർജിൻ വരയ്ക്കാറില്ല. അതെന്തിനാണ്? അതൊരു ആ മാർജിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതിനൊരു ബൗണ്ടറി അവിടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതാണ് നമ്മൾ മാർജിൻ എന്നതുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ ബോർഡറിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നമ്മൾ പോകാൻ പാടില്ല. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. എന്താണ്? സൈഡ് എന്ന് പറഞ്ഞാൽ ദ എഡ്ജ് ഓഫ് ദ ഗാർഡൻ, മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്ജ് ഓഫ് സംതിങ്. മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Marginalization is the process of excluding some groups from the places where they deserve equal consideration. അപ്പോൾ വാട്ട് ഈസ് മാർജിനലൈസേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക എന്താണ്? മാർജിനലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക. സം ഗ്രൂപ്പ്സ്, മറ്റ് വിഭാഗക്കാരെ, ചില വിഭാഗക്കാരെ മാറ്റി നിർത്തുക. ഫ്രം ദ പ്ലേസസ് വെർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ, തുല്യ പരിഗണന കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് ചില വിഭാഗക്കാരെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടിക്ക്, പ്രോസസ്സിന് പറയുന്നതാണ് മാർജിനലൈസേഷൻ. ഓക്കെ, അപ്പോൾ സമൂഹത്തിൽ മാർജിനലൈസേഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പിക്ചേഴ്സ് ശ്രദ്ധിച്ചോ? ഹാവിൻ യു ഒബ്സർവ് ദിസ് പിക്ചർ? വാട്ട് ആർ ദ കണ്ടീഷൻ ഡെപ്പിക്റ്റഡ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിലൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഫസ്റ്റ് വൺ വാറാണല്ലേ, രണ്ടാമത്തേത് ഫ്ലഡ്, മൂന്നാമത്തേത് എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റർ, നാലാമത്തേത് സീ ഇറോഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെല്ലാം എഴുതാം? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, വാർ, ഫ്ലഡ്, സീ ഇറോഷൻ. വാട്ട് ആർ ദ കണ്ടീഷൻ ഡെപ്പിക്റ്റഡ് ഹിയർ? വാർ, നാച്ചുറൽ റിസോഴ്സസ്, ഫ്ലഡ്
ഫ്ലഡ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, സീ ഇറോഷൻ. എങ്ങനെയൊക്കെയാണ് ഈ മാർജിനലൈസേഷൻ വരുന്നത്? മാർജിനലൈസേഷൻ ടേക്കൺ പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ്സ് കോസ്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമായി ഉണ്ടാകുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെയാണ് മാർജിനലൈസേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കേരളം കടന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം, ഉരുൾപൊട്ടൽ, വയനാട്ടിലെ ഉരുൾപൊട്ടൽ നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അവർക്കുണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുകയാണ്. ആ ജീവിതകാലം മുഴുവൻ അവരുണ്ടാക്കിയ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. ഓക്കെ. Marginalization occurs through natural disasters such as floods, earthquakes, landslides, sea erosion, etc. and man-made disasters such as war, ആക്സിഡൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ മാർജിനൈസേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഒന്നാമത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ, അതായത് ഫ്ലഡ്, എർത്ത്, ലാൻഡ് സ്ലൈഡ്, സീ ഇറോഷൻ, ഇതൊന്നും മനുഷ്യന്മാരുണ്ടാക്കുന്നതല്ല, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. അതുകൂടെയും വരാം. പിന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, മനുഷ്യന്മാരുണ്ടാക്കുന്ന ദുരന്തങ്ങൾ, അതെന്തൊക്കെയാണ്? സച്ചസ് വാർ, ആക്സിഡൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ മാർജിനലൈസേഷൻ ഒക്കേഴ്സ് ത്രൂ ദ ഇന്റേണൽ എക്സ്ക്ലൂഷൻ ഓഫ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ ദിയർ കാസ്റ്റ്, religion, tribe, gender status, denial of opportunity for education is an example. അപ്പോൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ട്രൈബ് എന്ന് പറഞ്ഞാൽ വർഗം, ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജെൻഡർ എന്ന് പറഞ്ഞാൽ ആൺപെൺ വ്യത്യാസത്തിനനുസരിച്ച് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം അങ്ങോട്ട് ഒഴിവാക്കുന്നതിനാണ് നമ്മൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുക, അതായത് ഡിനയൽ ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ, അതായത് ചിലർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം നിഷേധിക്കുക, അതൊക്കെ മാർജിനലൈസേഷന് ഉദാഹരണങ്ങളാണ്. ഐഡൻറ്റിഫൈ അതർ കോസസ് ഓഫ് മാർജിനലൈസേഷൻ ആൻഡ് ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിനലൈസേഷൻ. അപ്പോൾ നമ്മൾ മാർജിനലൈസേഷൻ്റെ കോസസ് കണ്ടുപിടിക്കാനും അതേപോലെ ഒരു ചർച്ച ഉണ്ടാക്കാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലൂഷൻ, എവിക്ഷൻ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞ പോയിൻ്റൊക്കെ നമുക്ക് എഴുതാം. മാർജിനലൈസേഷൻ ടേക്സ് പ്ലേസ് ബൈ ദ ലോസ് ഓഫ് അസറ്റ്സ്. കൂടാതെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സും കൂടി നമുക്ക് എഴുതാം. Identify other causes of marginalization and organize a discussion on different types of marginalization. Social marginalization excludes people from social services and opportunities. Social marginalization എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരെ സോഷ്യൽ സർവീസിൽ നിന്നും അതേപോലെ പൊതുവായിട്ടുള്ള അവസരങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക. എക്കണോമിക് മാർജിനൈസേഷൻ ലിമിറ്റ്സ് ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. എക്കണോമിക് മാർജിനൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക. പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ ഡിനൈസ് പീപ്പിൾ എ വോയിസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങളെ എന്തിൻ്റെങ്കിലും അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുക. എൻവയറൺമെൻറ്റൽ മാർജിനൈസേഷൻ ഡിസ്പ്ലേസസ് പീപ്പിൾ ഡ്യൂ ടു നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഫിസിക്കൽ മാർജിനൈസേഷൻ ഡിസ്പ്ലേസസ് പീപ്പിൾ ത്രൂ എവിക്ഷൻ ആൻഡ് ഫോഴ്സ്ഡ് റിലൊക്കേഷൻ. മാർജിനൈസേഷൻ ക്യാൻ ലെഡ് ടു എക്സ്ക്ലൂഷൻ, എവിക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. മാർജിനൈസേഷൻ ഇപ്പോൾ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നത്. വയനാട്ടിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് അവർ ചൂരൽമല എന്ന സ്ഥലത്ത് അവർ താമസിച്ചിരുന്നു. ഇപ്പോൾ ഇനി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല, അവർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഹറിക്കൈൻസ്, ഫ്ലഡ്സ് ക്യാൻ മാർജിനൈസ് കമ്മ്യൂണിറ്റീസ്. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് പൊല്യൂഷൻ ആൻഡ് എൻവയറമെൻറ്റൽ ഡീഗ്രേഡേഷൻ ഓൾസോ മാർജിനലൈസ്. അപ്പോൾ ഇതൊക്കെ മാർജിനലൈസേഷൻ്റെ പല പല കാരണങ്ങളാണ്. നിങ്ങൾക്ക് ഒരു 5-6 പോയിൻ്റ് എഴുതിയാൽ മതി. ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്പ്ലേസസ് പീപ്പിൾ ലീഡിങ് ടു മാർജിനലൈസേഷൻ. ക്ലൈമറ്റ് ചേഞ്ചും മാർജിനലൈസേഷന് ഇടയാക്കും. കാരണം നല്ല തണുപ്പുള്ള സ്ഥലമാണ്, നല്ല ചൂടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഒരു നോർമൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകും. അങ്ങനെ മാർജിനലൈസേഷൻ എഫക്ട്സ് പീപ്പിൾ ആക്സസ് ടു ബേസിക് നീഡ്സ് ലൈക്ക് ഹൗസ്, ഹെൽത്ത് കെയർ ആൻഡ് അതർ തിങ്സ്. ഇപ്പം നല്ല മെച്ചപ്പെട്ട ഹെൽത്ത് കെയർ, ആരോഗ്യം വേണം, നല്ല മെച്ചപ്പെട്ട ഹൗസിംഗ് ഫെസിലിറ്റി വേണം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകാം. അങ്ങനെയൊക്കെ നമുക്ക് മാർജിനലൈസേഷൻ നേരിടാം. ഇനി ഹൂ ഫേസസ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ ആരാണ് മാർജിനലൈസേഷൻ നേരിടുന്നത്? ഇതൊക്കെ നേരിടുന്ന ആരാണ്? മെനി ഗ്രൂപ്പ്സ് ആർ മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ സൊസൈറ്റി. ഒരുപാട് ആൾക്കാർ മാർജിനലൈസ് ചെയ്യുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ് വിമൻ, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതന്മാർ, ട്രൈബൽസ്, ഗോത്രവർഗ്ഗക്കാർ, ആദിവാസികൾ, മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾ,
പോവർട്ടി സ്ട്രൈക്കൺ പീപ്പിൾ, ദാരിദ്ര്യം നേരിടുന്നവർ, റെഫ്യൂജീസ്, അഭയാർത്ഥികൾ, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർ, എക്സ് പ്രിസൺസ്, ഇവരൊക്കെ എന്താണ് മാർജിനലൈസേഷൻ പഠിക്കേണ്ടത് അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ്. അയ്യങ്കാളിയുടെ പഞ്ചമി സ്മാരക വിദ്യാലയമുണ്ട്. അതിനും പിന്നിലുള്ളൊരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഊരിട്ടമ്പലം സർക്കാർ UP സ്കൂളിൽ അയ്യങ്കാളി പഞ്ചമ സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കാത്തതിനാൽ പ്രതിഷേധിച്ച് പഞ്ചമിയുടെ കൈപിടിച്ച അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയറ്റിയിരുത്തുകയും ചെയ്തു. പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി ജന്മിമാർ സ്കൂളിന് തീ വെച്ച് പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള അവശേഷിപ്പുകൾ ഇന്നും സ്കൂൾ മ്യൂസിയത്തിൽ കാണാം. അപ്പോൾ ആ വാർത്തയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ മഹാത്മാ അയ്യങ്കാളീസ് സ്ട്രഗിൾ എഗെയിൻസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് മാർജിനലൈസേഷൻ. ഇവിടെ പഞ്ചമി എന്ന കുട്ടി ജാതിയുടെ പേരിൽ അവിടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു അതിനു വേണ്ടിയിട്ട് അയ്യങ്കാളി ചെയ്തത്? അത് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കലി എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വെർ ഡിനൈഡ് ടു ദ സോ കോൾഡ് ലോവർ കാസ്റ്റ് ബൈ ദോസ് ഹൂ കൺസിഡേർഡ് ദംസെൽവ്സ് ആസ് ദ അപ്പർ കാസ്റ്റ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് അന്ന് വിദ്യാഭ്യാസ അവസരങ്ങൾ നിഷേധിച്ചിരുന്നു. ഉയർന്ന ജാതി എന്ന് അവർ തന്നെ സ്വയം കരുതി അവർ ഈ താഴ്ന്ന ജാതിക്കാരാണ്, നിങ്ങൾ ഈ സ്കൂളിൽ പഠിക്കേണ്ട, നിങ്ങൾ വിദ്യാഭ്യാസത്തിനായി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമായിരുന്നു. മഹാത്മാ അയ്യങ്കാളി വർക്ക്ഡ് ടു പ്രൊവൈഡ് ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ടു ദ ഡിപ്രൈവ്ഡ്. അദ്ദേഹം എന്തിനാണ് പരിശ്രമിച്ചത്? വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് തുല്യ അവസരം ലഭ്യമാക്കാനാണ് അയ്യങ്കാളി പരിശ്രമിച്ചത്. The greatness of Ayangali is that he recognized education as a tool for social transformation. അദ്ദേഹം എന്താണ് വിദ്യാഭ്യാസത്തെ മുറുകെ പിടിച്ചത്? വിദ്യാഭ്യാസം കൊടുക്കണം, താഴ്ന്ന ജാതിക്കാർക്കും വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞത് എന്താണ്? സമൂഹത്തിൽ ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. എഡ്യൂക്കേഷൻ ഈസ് എ ടൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. Ayangali started the strike that changed history at Uruttambalam Government UP School, which was Kudipallikudam. A Dalit girl named Panjami was not allowed to study in school. Hearing this, Ayangali came to the school holding Panjami's hand and made her sit in the school. The greatness of Ayangali is that he recognized education as a tool for social transformation. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വർ ദ ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ മാർജിനലൈസ്ഡ് ദളിത് ഗ്രൂപ്പ്? അന്ന് ദളിത് ദളിത് വിഭാഗക്കാർ എന്തൊക്കെയാണ് അന്ന് നേരിട്ടിരുന്നതെന്ന്. There was a time when Dalits had no rights to travel on vehicles. ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് ദളിത് വിഭാഗക്കാർക്ക് വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റൂല. വർക്ക് ഓൺ പബ്ലിക് റോഡ് കൂടെ നടക്കാൻ കഴിയില്ല. വെയർ ഗുഡ് ക്ലോത്ത്സ്, നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ആൻഡ് ആക്സസ് എഡ്യൂക്കേഷൻ നേടാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലം മുമ്പുണ്ടായിരുന്നു. ദേ വർ ഡിപ്രൈവ്ഡ് ഓഫ് ദ ബേസിക് ഫെസിലിറ്റീസ്, അതായത് ഒരു മനുഷ്യന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വാഹനം, വീട്, അതേപോലെ വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്ക് നിഷേധിച്ചിരുന്നു. ഡിഗ്നിറ്റി, അന്തസ്സ്, ഇക്വാലിറ്റി, തുല്യത ആൻഡ് ഫ്രീഡം, സ്വാതന്ത്ര്യം, സർവോപരി സ്വാതന്ത്ര്യം, അവർക്ക് അതിലൂടെ പോകാൻ പാടില്ല, ഇതിലൂടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിവേചനങ്ങൾ, ഡിസ്ക്രിമിനേഷൻ ദളിത് വിഭാഗക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. സച്ച് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഈസ് എ സീരിയസ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇതൊക്കെ എന്താണ്? ഗുരുതരമായ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. മനുഷ്യൻ്റെ അവകാശത്തെ വയലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അന്ന് അവർ അനുഭവിച്ചിരുന്ന ഡിസ്ക്രിമിനേഷൻ ഇതൊക്കെയായിരുന്നു. Many great people who worked for the upliftment of the marginalized people strongly advocate education as a tool to defend caste discrimination. അപ്പോൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ചെയ്ത ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പല മഹത് വ്യക്തികളും ഉണ്ടായിരുന്നു. അവരൊക്കെ എന്താ പറഞ്ഞത്? വിദ്യാഭ്യാസമാണ് വേണ്ടത്. ശ്രീനാരായണ ഗുരു ഹു പ്രീച്ച്ഡ് ദ മെസ്സേജ് എൻലൈറ്റ്മെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ along with other Renaissance leaders opposed marginalization. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, എൻലൈറ്റ്മെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്ന മെസ്സേജാണ് അദ്ദേഹം കേരള ജനതയ്ക്ക് കൊടുത്തത്. അതേപോലെ അതിന് കൂടെ ഒരുപാട് സാമൂഹിക പ്രവർത്തകർ, സോഷ്യൽ റിഫോമേഴ്സ് പങ്കെടുത്തിരുന്ന അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചവറ, അയ്യ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വക്കം അബ്ദുൾ ഖാദർ മൗലവി, പൊയ്കൈ യോഹന്നാൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരൊക്കെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉദാഹരണമാണ്.
Jyotirao Phule. Dalit is the term used to describe a community subjected to caste and religious exploitation. ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് ദളിത് എന്നത്. The term was used by Jyotirao Phule, who initiated social change during his times. ഈ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫുലെയാണ്. ഫുലെ എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ വിമൻ ആൻഡ് ദളിത്. സ്ത്രീകൾക്കും അതേപോലെ തന്നെ ദളിതർക്കും വേണ്ടിയിട്ട് അദ്ദേഹം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ചു. അടുത്തൊരാളാണ് സാവിത്രിബായി ഫുലെ. ഷി വാസ് ദ ഹെഡ് മിസ്ട്രസ് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ പൂനെ. പൂനെയിലായിരുന്നു പെൺകുട്ടികൾക്കായിട്ട് ആദ്യമായിട്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചത്. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു സാവിത്രിബായി ഫുലെ. A night school was established for farmers and workers. ഫാമേഴ്സിനും വർക്കേഴ്സിനും വേണ്ടിയിട്ട് അവർക്ക് പകൽ സമയം ജോലിക്ക് പോകണം, അതിന് വേണ്ടിയിട്ട് ഒരു രാത്രി സ്കൂൾ, എ നൈറ്റ് സ്കൂളും അവർ സ്ഥാപിച്ചു. Pune University was renamed as Savitribai Phule Pune University in recognition of her great contribution in the field of education. അപ്പോൾ അവരുടെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിയും സാവിത്രിബായി ഫുലെ യൂണിവേഴ്സിറ്റി എന്ന് റീനെയിം ചെയ്തു. ഇനി അടുത്ത ആൾ ഈസ് ദ ഫൗണ്ടർ ഓഫ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് ആൻഡ് വാസ് വൺ ഓഫ് ദ ലീഡിംഗ് ആൻറ്റി കാസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. Being a social reformer, he stood against social discrimination based on Brahmin dominance. Periyar also emphasized the importance of women education. അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. ഓക്കെ, ഇനി ദളിതരെ പോലെ തന്നെ മാർജിനലൈസേഷൻ അനുഭവിക്കുന്ന വേറൊരു വിഭാഗക്കാരും കൂടിയുണ്ട്. അവരാണ് ആര്? ട്രൈബൽസ്. ട്രൈബൽസ് വെർ അനദർ ഗ്രൂപ്പ് ഹൂ ഫേസ്ഡ് സോഷ്യൽ മാർജിനലൈസേഷൻ ലൈക്ക് ദളിത്. ഇപ്പം ദളിതനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ആരാണ്? ഇനി ഗോത്ര ജനത, അതായത് tribals. Tribals are those people who live together in specified geographical areas who create their own knowledge and live by apparel. They follow their own way of life, art and cultural value. ഇപ്പോൾ പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ആൾക്കാരാണ് ഈ ട്രൈബൽസ് എന്ന് പറയുന്നത്. അവർ സ്വന്തമായിട്ട് അറിവുകൾ നിർമ്മിക്കുകയാണ്, അവ പ്രയോഗിച്ച് ജീവിക്കുകയാണ്. അവരുടെ ജീവിത രീതിയൊക്കെ വനത്തിൻ്റെ ഉള്ളിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ട്രൈബൽ പീപ്പിൾ. ദ ട്രൈബൽ പീപ്പിൾ ഹൂ ഹാഡ് സുപ്രീം കമാൻഡ് ഓവർ ദ റിസോഴ്സസ് ഓഫ് ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഗ്രാജുവലി ലോസ്റ്റ് ഹിസ് കൺട്രോൾ ആൻഡ് വെർ സബ്സിക്വൻ്റ്ലി മാർജിനലൈസ്ഡ്. അപ്പോൾ വനത്തിൽ, കാട്ടിലാണ് അവർ വസിക്കുന്നത്. കാട്ടിൻ്റെ പൂർണ്ണ അധികാരം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രമേണ അവരുടെ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതേപോലെ വെറിയർ എൽവിൻ, എ അയ്യപ്പൻ, നഞ്ചി അമ്മ, ഇവരൊക്കെ നമുക്ക് അറിയപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇനി ദേ ഓൾസോ ഹാവ് എക്സ്പെർട്ടൈസ് ടു മേക്ക് ടു യൂസ് ഓഫ് എ വെറൈറ്റി ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ചെക്ക് ഔട്ട് സം പിക്ചേഴ്സ് റിലേറ്റഡ് ടു ട്രൈബൽ ലൈഫ്. ഇത് ട്രൈബൽ ലൈഫുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതിന് പറയുന്നത് പെരെ എന്നാണ്. ഇത് തുടിയാണ്. ഇത് നാട്ടിപ്പണി, പിന്നെ ദവിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് എ നോട്ട് ഓൺ ദ ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾ. ട്രൈബൽ പീപ്പിളിൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടും കൾച്ചറൽ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ച് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഹാവ് എ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് വിത്ത് യൂണിക് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ പാരമ്പര്യമാണുള്ളത്. ദെയർ ആർട്ട് ഫോംസ് ഇൻക്ലൂഡ് വിഷ്വൽ ആർട്സ്, മ്യൂസിക്, ഡാൻസ് ആൻഡ് ക്രാഫ്റ്റ്. ട്രൈബൽ ആർട്ട് ഡെപ്പിക്സ് ദെയർ മിത്തോളജി, റിച്വൽസ് ആൻഡ് ഡെയിലി ലൈഫ്. മ്യൂസിക് ആൻഡ് ഡാൻസ് ആർ ഇൻറ്റഗ്രേറ്റ് ടു ദെയർ കൾച്ചറൽ ലൈഫ് വിത്ത് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് കോസ്റ്റ്യൂംസ്. അപ്പോൾ നമുക്ക് ഈ ഗോത്രവർഗ്ഗക്കാർ, അതായത് ട്രൈബൽസിനെ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഡ്രസ്സിങ് വ്യത്യാസമാണ്. അവർക്ക് എല്ലാത്തിനും അവർക്ക് ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, കോസ്റ്റ്യൂംസ് ആണ്. സ്റ്റോറി ടെല്ലിംഗ് ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് ദെയർ ഓറൽ ട്രഡീഷൻസ്, പാസിംഗ് ഡൗൺ ഹിസ്റ്ററി ആൻഡ് മിത്സ്. റിച്വൽസ് ആൻഡ് സെറിമണീസ് മാർക്ക് ഇമ്പോർട്ടൻറ്റ് ലൈഫ് ഇവൻറ്റ്സ് ആൻഡ് സീസൺ. വൈബ്രൻറ്റ് ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ദെയർ കൾച്ചർ, ഹാർവസ്റ്റ് ആൻഡ് സ്പിരിറ്റ് കണക്ഷൻസ്. ട്രൈബൽ ആർട്ട് ആൻഡ് കൾച്ചറൽ ആർ ഡീപ്ലി connected to nature and their environment. Their cultural expressions are often symbolic, using metaphors to convey meaning. Preserving tribal cultural heritage is crucial in today's modernizing world. അപ്പം അവരുടെ ട്രൈബളുടെ ആർട്ടിസ്റ്റിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടാണ്.
ആരെക്കുറിച്ചാണ്? നിലമ്പൂർ ആയിഷയെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ ഒന്നും കിട്ടുമായിരുന്നില്ല. കാരണം സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് വളരെ ഒരു മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്താണ് നിലമ്പൂർ ആയിഷ നാടകത്തിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ എല്ലാ സ്ഥലത്തും നാടകം കളിച്ചു. അങ്ങനെ വൈൽ പ്ലേയിങ് ഡ്രാമ ഇൻ മുക്കം ഐ വാസ് സ്റ്റോൺഡ്. കല്ലേറ് കിട്ടി. മുക്കത്ത് നാടകം കളിക്കുമ്പോൾ കല്ലേറ് കിട്ടി. ബിഫോർ ഐ കുഡ് ഫിനിഷ് ദ ഡയലോഗ് ഹെ സ്റ്റോൺ ഹിറ്റ് മീ ഇൻ ദ ഫേസ്. ഡയലോഗ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. പക്ഷെ ഒറ്റ ഡയലോഗ് പോലും തെറ്റിക്കാതെ ആ നാടകം പൂർത്തിയാക്കി. അങ്ങനെ ഒരു സ്ഥലത്ത് മഞ്ചേരി മേലാക്കാത്ത നാടകം കളിക്കുമ്പോൾ വധശ്രമം വരെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടാണ് നിലമ്പൂർ ആയിഷ അഭിനയം എന്ന ആ ഒരു കലയെ കൊണ്ടു നടന്നത്. What are the challenges they have to face from the society? What is the reason? During those days, women were forbidden to engage in artistic activities. അന്നത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കലാപ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ ഏർപ്പെടുക എന്നുള്ളത് വളരെയധികം ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇൻ ഹിസ്റ്ററി വി ക്യാൻ സീ മെനി സച്ച് എക്സ്പീരിയൻസ് നോട്ട് ഓൺലി ഇൻ ആർട്ട് ബട്ട് ഇൻ സെവറൽ ഫീൽഡ്സ് ഇൻ ദ സൊസൈറ്റി. വിമൻ വർ ഐദർ മാർജിനലൈസ്ഡ് ഓർ ഡിനൈഡ് ഈക്വൽ റൈറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ജെൻഡർ. സ്ത്രീ ആയത് എന്നതിൻ്റെ പേരിൽ അവർക്ക് എന്താണ് പല കലയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ പല മേഖലകളിലും അവരെ മാർജിനലൈസ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ മിസ്കൺസെപ്ഷൻ പെർസിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി ദാറ്റ് വിമൻ ഡിസേർവ് ഓൺലി ലോവർ സ്റ്റാറ്റസ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ആർട്സ്, എഡ്യൂക്കേഷൻ, വർക്ക് ആൻഡ് ഡൊമസ്റ്റിക് സ്പിയേഴ്സ്. എല്ലാവർക്കും ഒരു എന്താണ് ചരിത്രം നോക്കിയാൽ തന്നെ അറിയാം, കലാമേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ എവിടെ നോക്കിയാലും എഡ്യൂക്കേഷൻ, വർക്ക്, അവിടെയൊക്കെ സ്ത്രീകൾക്ക് താഴ്ന്ന പദവി മാത്രമേ പറ്റുകയുള്ളൂ എന്നൊരു തെറ്റായ ധാരണയാണ്. അപ്പം നമ്മൾ ജ്യോതിറാവ് ഫുലെനെയൊക്കെ പറ്റും. പിന്നെ നമുക്ക് പിന്നെ ഓർത്ത് വെക്കേണ്ട വേറൊരു പേരാണ് പണ്ഡിത രമാബായി, എ പ്രൊമിനൻറ്റ് ഫിഗർ എമംഗ് ദ സോഷ്യൽ റിഫോമേഴ്സ് ഇൻ ഇന്ത്യ ഹൂ വർക്ക്ഡ് ഫോർ ദ റൈറ്റ്സ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ ഇൻ ദ 19th century. അപ്പോൾ സ്ത്രീകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ് പണ്ഡിത രമാബായി. വിധവകളുടെ വിദ്യാഭ്യാസം, വിഡോസിൻ്റെ എഡ്യൂക്കേഷനാണ് അവർ വളരെയധികം പ്രാമുഖ്യം കൊടുത്തു. അടുത്തൊരാളാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഡോക്ടർ പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത് ആരാണ്? കേരളത്തിൽ നിന്ന് തന്നെ ആദ്യം വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ്. ഷീ ബിക്കെയിം ഫേമസ് ആസ് ദ ഫസ്റ്റ് വിമൻ ഗ്രാജുവേറ്റ് ഇൻ മെഡിസിൻ ഫ്രം കേരള. അപ്പോൾ ആദ്യത്തെ ഡോക്ടറാണ് ആര്? ഡോക്ടർ പുന്നൻ ലൂക്കോസ്. അതുമാത്രമല്ല, ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ദ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. Okay, she did MBBS from the University of London as Indian University did not admit women for the same. അവർ എവിടെ നിന്നാണ് MBBS എടുത്തത്? ഇന്ത്യയിൽ നിന്നൊന്നല്ല. ഇന്ത്യത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ സ്ത്രീകൾക്ക് MBBS അഡ്മിഷനൊക്കെ അന്നത്തെ കാലത്ത് കൊടുത്തിരുന്നില്ല. എന്നിട്ട് അവർ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MBBS നേടിയത്. അപ്പോൾ MBBS നേടിയ ആദ്യ വനിത ആരാണ്? ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. ഇനി അടുത്തൊരു പേരാണ് E.K. ജാനകി അമ്മ. അവർ ജനിച്ചത് തലശ്ശേരിയിലാണ്. ഷീ ഡെവലപ്ഡ് ഹൈ ഹീൽഡിംഗ് ഷുഗർകെയിൻ ഹൈബ്രിഡ്സ് അറ്റ് ദ ഷുഗർകെയിൻ റിസർച്ച് സെൻറ്റർ ഇൻ കോയമ്പത്തൂർ. ഷീ വാസ് ദ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ദ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും റിസർച്ച് ചെയ്തിട്ട് നല്ല കരിമ്പ് വികസിപ്പിച്ചു. ആദ്യ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഡയറക്ടറിൻ്റെ ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടറാണ് E.K. ജാനകി അമ്മ. അവർ കേരളത്തിലെ തലശ്ശേരി ജനിച്ച ആളാണ്. ഇനി നമുക്ക് 1-2 ടേംസ് പരിചയപ്പെടാനുണ്ട്. നമ്മൾ സ്ത്രീകളെ പറ്റി പറഞ്ഞു, ദളിറ്റ്സിനെ പറ്റി പറഞ്ഞു, ട്രൈബൽസിനെ പറ്റി പറഞ്ഞു. ഇനി അടുത്ത വിഭാഗക്കാരാണ് മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് transgender person means a person whose gender does not match with the gender assigned to that person at birth. This includes trans men or trans women. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ജനനസമയത്ത് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന എന്താണോ ജെൻഡർ അതുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തിയെയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഇതിൽ ട്രാൻസ് പുരുഷനും ഉണ്ടാവാം, ട്രാൻസ് സ്ത്രീയും ഉണ്ടാകാം. അടുത്തത് മൈനോറിറ്റി, എ ടേം അപ്ലൈഡ് ടു ഗ്രൂപ്പ്സ് ദാറ്റ് ആർ ഫ്യൂ ഇൻ ദ ടോട്ടൽ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷനിൽ കുറവുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? മൈനോറിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ 2 വിഭാഗക്കാരാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്.
ഇനി അടുത്ത പിക്ചർ നോക്കാം. ഇനി അടുത്ത നമ്മൾ പറയേണ്ടത് ആരെക്കുറിച്ചാണ്? ഡിസേബിൾഡ് കുറിച്ചാണ്, ഭിന്നശേഷിക്കാരെ കുറിച്ചാണ്. ഇതൊരു പത്രത്തിൻ്റെ കട്ടിങ് ആണ്. ട്രയംഫ് ഓഫ് ദ വിൽ, ഇച്ഛാശക്തിയുടെ വിജയം. അതായത് ഉസ്ന ആൻഡ് ഫെബിൻ രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. ചക്രകസേര ഒരു പരിമിതിയല്ലെന്ന് തെളിയിച്ച് ഷേക്സ്പിയറിനെയും ഷെല്ലിയും ഒക്കെ മനോഹരമായി പകർന്നു കൊടുക്കുകയാണ് തിരുവനന്തപുരത്തുകാരിയായ ശാരദാദേവി. ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഈ 3 അധ്യാപികമാരും ഭിന്നശേഷിക്കാർക്ക് മാതൃകയായിരുന്നു. അപൂർവ രോഗം ബാധിച്ച് ചക്രകസേരയുടെ സഹായമില്ലാതെ ചലിക്കാനാവാത്ത ശാരദാദേവി പഠനത്തിൽ എന്നും മുൻനിരയിലായിരുന്നു. ഫെബിൻ മറിയം ജോസിന് 17-ാം വയസ്സിലാണ് എന്ത് നഷ്ടപ്പെട്ടത്? ഐസൈറ്റ്, കാഴ്ച നഷ്ടപ്പെട്ടത്. ഹെലൻ കെല്ലർ ഹു പ്രൂവ്ഡ് ദാറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് നോട്ട് ആൻ ഒബ്സ്റ്റക്കിൾ ടു അറ്റൈൻസ് ലൈഫ്സ് അച്ചീവ്മെൻറ്റ്. കാഴ്ചയില്ലായ്മ ജീവിത നേട്ടം കൈവരിക്കാൻ ഒരു തടസ്സമല്ലെന്ന് തെളിയിച്ച ഹെലൻ കല്ലറാണ് ഫെബിൻ്റെ ഹീറോ. ഓക്കെ, ഫെബിൻ സീറോ. ഹുസ്ന എ നേറ്റീവ് അഴീക്കോട് ഇൻ നെടുമക്കാട് വാസ് ഏബിൾ ടു സീ അൺടിൽ ദ ഏജ് ഓഫ് 11. ഹുസ്നക്ക് 11 വയസ്സ് വരെ കാഴ്ച ഉണ്ടായിരുന്നു. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദെയർ ഫാമിലീസ് ദ ട്രയോ ഹൂ വർ ബ്രില്യൻറ്റ് അറ്റ് സ്റ്റഡീസ് ഓവർകെയിം ദ ലിമിറ്റേഷൻ ആൻഡ് ബിക്കെയിം ടീച്ചേഴ്സ് ഇൻ ഗവൺമെൻറ് കോളേജസ്. അപ്പോൾ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹുസ്ന, ഫെമിൻ, ശാരദാദേവി ഇവരെല്ലാം പഠനത്തിൽ മിടുക്കുകളായിരുന്നു. 3 പേരും പരിമിതികളെ അതിജീവിച്ച് ഇന്ന് സർക്കാർ കോളേജുകളിൽ അധ്യാപകരായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, About this news is about 3 individuals who overcame physical challenges and achieved success in life. അപ്പോൾ ശാരീരികമായ വെല്ലുവിളികൾ അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ വിജയം നേടിയ 3 വ്യക്തികളെ കുറിച്ചുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ ഡ്യൂ ടു ദെയർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഫേസ് മെനി ചാലഞ്ചസ് ഇൻ ദെയർ ഡെയിലി ലൈഫ് കമ്പയർഡ് ടു അതേഴ്സ്. അപ്പോൾ ഫിസിക്കലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടല്ലോ. സാധാരണക്കാരെ പോലെ അവർക്ക് നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്. എന്നിരുന്നാലും അവർ എന്താണ് മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗക്കാരാണല്ലേ. ദർ ആർ വേരിയസ് കാറ്റഗറീസ് ഓഫ് ഡിഫറെൻ്റ്ലി ഏബിൾ പീപ്പിൾ. മാർജിനേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പോൾ മാർജിനൈസേഷൻ പലർക്കും പല വിധത്തിലാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ കണ്ടല്ലോ ഒരു സ്റ്റെപ്പ് കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ബിൽഡിംഗ് പാത്വേസ്, ബുക്സ് എക്സെട്ര ആർ ജനറലി ഡിസൈൻഡ് ഇൻ എ വേ ദാറ്റ് ഈസ് ഫേവറബിൾ ആൻഡ് ആക്സസിബിൾ ടു ദ നോൺ ഡിസേബിൾഡ്. വാട്ട് കൈൻഡ് ഓഫ് ഡിക്വാലിറ്റീസ് ഡു ദ ഫിസിക്കലി ചലഞ്ചഡ് ഫേസ് ഇൻ ദീസ് പ്ലേസസ്? ഡിസ്കസ് ഇൻ ക്ലാസ്. അപ്പോൾ ശാരീരിക ക്ഷമതയുള്ളവർക്ക് അനുകൂലവും പിന്നെ അതേപോലെ അവർക്ക് ആക്സസബിളും ആയിട്ടുള്ള രീതിയിലാണ് ബിൽഡിങ്സും അതേപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത്. ഇത്തരം ഇടങ്ങളിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദ ഫിസിക്കലി ചലഞ്ച്ഡ് ഫേസ് സിഗ്നിഫിക്കൻറ്റ് ബാരിയേഴ്സ് ഇൻ ബിൽഡിംഗ് ഡ്യൂ ടു ഇൻആക്സസിബിൾ എൻട്രൻസ് ആൻഡ് ലാക്ക് ഓഫ് റാംസ് ഓർ എലവേറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് അറിയാം ചിലപ്പോൾ റാംസ് ഒന്നും ഉണ്ടാവില്ല. നാരോ കോറിഡോർസ് ആൻഡ് ഡോവേഴ്സ് ഓൾസോ പോസ് ചലഞ്ചസ്. ഇൻആഡിക്വേറ്റ് ലൈറ്റിംഗ് ആൻഡ് സൈനേജ് ക്യാൻ ലീഡ് ടു കൺഫ്യൂഷൻ ആൻഡ് ആക്സിഡൻറ്റ്സ്. ആക്സസിബിൾ റെസ്റ്റ് റൂംസ് ആർ ഓഫൺ ഇൻസഫിഷ്യൻറ്റ് ഓർ അൺഅവൈലബിൾ. ഇവർക്കായിട്ടൊരു റെസ്റ്റ് റൂമോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് പോകാൻ പറ്റിയൊരു അവർക്ക് സ്റ്റെപ്പ് കയറുന്നത് എപ്പോഴും ഒരു ചലഞ്ചിങ് ആണ്. അങ്ങനത്തെ ഒരു റെസ്റ്റ് റൂമൊക്കെ ഇൻസഫിഷ്യൻ്റ് ആണ് എല്ലാ സ്ഥലത്തും. പാത്വേസ് വിത്ത് uneven surfaces, lack of curb cuts and narrow walkways can be hazardous. Insufficient lighting and signage on pathways can cause difficulties. Sufficient ഇല്ലാത്ത ലൈറ്റിംഗ് ഇല്ലാതിരിക്കുക ഇതൊക്കെ ഇവർക്ക് വെല്ലുവിളികൾ തന്നെയാണ്. These barriers limit access to education, employment and social opportunities. ഇപ്പം അധികം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ റാംസ് ഒന്നും ഇല്ലെങ്കിൽ ഇവർക്ക് അവിടെ കടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവരുടെ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ അവിടെ തടസ്സപ്പെടുത്തുകയാണ്. The physically challenged may feel excluded, frustrated and marginalized due to these difficulties. Inclusive design principles can help address these challenges and create more accessible environment. അപ്പോൾ അവർക്കായിട്ട് പ്രത്യേകിച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് ഒരു നിയമമുണ്ട്. 2016 വന്നതാണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്. അതേപോലെ തന്നെ നമ്മൾ ഒളിമ്പിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. 1948 തുടങ്ങിയതാണ്. അതിൻ്റെ പേരാണ് പാരാലിമ്പിക്സ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ B.R. അംബേദ്കർ, ദ ആർക്കിടെക്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഹി വർക്ക്ഡ് ഹാർഡ് ഫോർ സോഷ്യോ പൊളിറ്റിക്കൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിച്ച ആളാണ് ഡോക്ടർ B.R. അംബേദ്കർ. അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഓക്കെ, ഹി പ്രസൻറ്റഡ് ദ പ്രോബ്ലംസ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ത്രൂ ഹിസ് റൈറ്റിംഗ്സ് ആൻഡ് സ്റ്റുഡ് ഫോർ ദെയർ ലീഗൽ പ്രൊട്ടക്ഷൻ.
ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് ഇക്വാലിറ്റി ഓൾ സിറ്റിസൺ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എല്ലാവർക്കും എന്താണ് ഇക്വാലിറ്റിയാണ്, എല്ലാ ജനങ്ങൾക്കും ഇക്വാലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് ദർ ഷാൾ നോട്ട് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, സെക്സ്, കാസ്റ്റ്, പ്ലേസ് ഓഫ് ബർത്ത്. ജനിച്ച സ്ഥലത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നമ്മുടെ ആണ് പെണ്ണ് അങ്ങനെ വർഗത്തിൻ്റെ പേരിലോ ഒന്നും നമുക്ക് ഒരു ഡിസ്ക്രിമിനേഷനും ഇവിടെ പാടില്ല എന്നാണ് നമ്മുടെ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി ഈ ഡിസ്ക്രിമിനേഷനെ നീക്കം ചെയ്യുന്നത്, നിരോധിച്ചത്? ഡിസ്ക്രിമിനേഷൻ ഹിൻഡർ സോഷ്യൽ പ്രോഗ്രസ്. ഇങ്ങനെ വേർതിരിവുണ്ടായാൽ അത് സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവില്ല. ഒരു കൂട്ടം ആൾക്കാരെ താഴ്ത്തിയും ഒരു കൂട്ടർ മാത്രം ഉയർന്നു വരികയും ചെയ്യുമ്പോൾ അവിടെ ഒരു സോഷ്യൽ പ്രോഗ്രസ് നടക്കില്ല. ക്രിയേറ്റ് എക്കണോമിക് ഇൻഇക്വാലിറ്റി, സാമ്പത്തികമായ ഇൻഇക്വാലിറ്റി ഉണ്ടാകുന്നു. ഡിനൈൻ സേഫ് ഫിസിക്കൽ എൻവയൺമെൻറ്റ്, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് വിച്ച് ലോസ് ആൻഡ് ആർട്ടിക്കിൾസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ അഗേൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, എക്സ്പാൻഡ് ദ ലിസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ജാതി വിവേചനത്തിനെതിരെ ഇവിടെ നിലനിൽക്കുന്ന നിയമങ്ങളും ആർട്ടിക്കിൾസും ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 40 എൻഷറിങ് ഇക്വാലിറ്റി ഫോർ ഓൾ സിറ്റിസൺ. ആർട്ടിക്കിൾ 14 എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 15 ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, ജെൻഡർ, ബർത്ത് സ്റ്റാറ്റസ്. ഇനി ആർട്ടിക്കിൾ 16 നോ പേഴ്സൺ ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം എനി പോസ്റ്റ് ബിക്കോസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, ജെൻഡർ, ബർത്ത് പ്ലേസ്. ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റി അബോളിഷ്ഡ്. ആർട്ടിക്കിൾ 46 states need to pay attention to the educational interest of scheduled caste and scheduled tribe. Article 51A to maintain unity among all people regardless of religious, linguistic region. ഇതൊക്കെ നമ്മുടെ ഈ ഒക്കെ ആർട്ടിക്കിൾസ് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഈക്വൽ ജസ്റ്റിസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഭരണഘടനയിലുണ്ടായ ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, ലെറ്റ് us expand the list by finding social factors that considers everyone for an ideal society. ഒരു ഐഡിയ സൊസൈറ്റിക്ക് എന്തെല്ലാം വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം. മോറൽ പോളിസീസ് ഫോർ ഈക്വാലിറ്റി, എല്ലാവർക്കും കൂടുതൽ പോളിസീസ് വേണം. എന്തിന്? ഇക്വാലിറ്റി, തുല്യതയ്ക്ക് വേണ്ടി. മോർ ലോസ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ കൂടുതൽ നിയമങ്ങൾ വേണം. ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും നല്ല മികച്ച വിദ്യാഭ്യാസം വേണം. മെഷേഴ്സ് ടു എൻഷർ ഇക്വാലിറ്റി ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ മേഖലയിൽ എല്ലാവർക്കും നല്ല തുല്യമായ തൊഴിൽ മേഖലയിൽ തുല്യത ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടാക്കണം. പിന്നെ എവരി വൺ ഹാസ് ആക്സസ് ടു ഗുഡ് എഡ്യൂക്കേഷൻ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഹെൽത്ത് കെയർ ഈസ് അവൈലബിൾ ആൻഡ് അഫോർഡബിൾ ഫോർ ഓൾ, എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം. പീപ്പിൾ ആർ ട്രീറ്റഡ് ഈക്വലി റിഗാർഡ്ലെസ് ഓഫ് റേസ്, റിലീജിയൻ. മെൻ ആൻഡ് വിമൻ ഗെറ്റ് പെയ്ഡ് അറ്റ് ദ സെയിം ഫോർ ദ സെയിം വർക്ക്. മെന്നിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വേതനം വേണം. പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വേണം. എവരി വൺ ക്യാൻ എക്സ്പ്രസ് ദംസെൽസ് ഫ്രീലി, കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പറയാൻ കഴിയണം. മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ഈസ് അവൈലബിൾ ടു ഓൾ. വി ടേക്ക് കെയർ ഓഫ് ദ എൻവയൺമെൻറ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ക്ലീൻ വാട്ടർ ആൻഡ് ഫുഡ് ആർ അവൈലബിൾ ടു എവരി വൺ ഫീൽസ് സേഫ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദെയർ കമ്മ്യൂണിറ്റി. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് തുല്യത ഉറപ്പ് വരുത്താൻ വേണ്ടി നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നാലാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.